ചേലക്കരയുടെ പോകേണ്ടിയിരിക്കുന്നു. ആനന്ദ് കൂടിയുണ്ട്. ആനന്ദ്, ചേലക്കര ഈ തെരഞ്ഞെടുപ്പിൽ ചേലക്കര ഏറെ ശ്രദ്ധേയമായി മാറുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടെ അപ്രതീക്ഷിതമായ ചില മുന്നേറ്റങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. NDA ക്യാമ്പിന് നൽകുന്ന വലിയൊരു പ്രതീക്ഷ, അവിടെ സ്ഥാനാർത്ഥി നിർണയം മുതൽ അതൊരു മേൽക്കൈ കിട്ടുന്നുണ്ട്. അങ്ങനെ ചേലക്കര ഈ തെരഞ്ഞെടുപ്പിൽ പല ഘടകങ്ങൾ കൊണ്ട് ഏറെ ശ്രദ്ധേയമാകുമെന്ന വിലയിരുത്തൽ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ചേലക്കരയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം, സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ തെരഞ്ഞെടുപ്പ് ദിവസം വരെ അവിടെ ചിലവഴിച്ചൊരു മാധ്യമപ്രവർത്തനം എന്ന നിലയ്ക്ക് എങ്ങനെ വിലയിരുത്താം ആനന്ദ ചേലക്കരയുടെ മനസ്സ്? ഈ ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം അത് പരമ്പരാഗതമായിട്ടുള്ള ഒരു ഇടത് കോട്ടയാണ്. പക്ഷേ ഈ കഴിഞ്ഞ കാലങ്ങളിൽ പ്രത്യേകിച്ച് ഓരോ തെരഞ്ഞെടുപ്പിലെയും ഇടതുപക്ഷത്തിന്റെ വോട്ടെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ആ ഒരു കോട്ടയിൽ കാര്യമായിട്ടുള്ള ഒരു വിള്ളൽ വന്ന കാഴ്ച തന്നെയാണ് നമുക്ക് ആ കണക്കുകൾ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് ഈ 2021 കെ രാധാകൃഷ്ണൻ ഏതാണ്ട് 39,846 വോട്ടുകൾക്കാണ് ആ മണ്ഡലത്തിൽ, ആ നിയോജക മണ്ഡലത്തിൽ ജയിക്കുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇതേ കെ രാധാകൃഷ്ണന് കേവലം 5000 വോട്ടിന്റെ ഒരു ഭൂരിപക്ഷം മാത്രമാണ് ആ മണ്ഡലത്തിൽ ലഭിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് ആ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തെ കനത്ത തിരിച്ചടി, അല്ലെങ്കിൽ ആ തരത്തിലേക്കുള്ള അടിസ്ഥാന വോട്ടുകളിൽ കാര്യമായിട്ടുള്ള ഒരു വിള്ളലുണ്ട് എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചനയുള്ളത്. നമ്മൾ BJP കാര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 2011 കേവലം 7600 വോട്ടുകൾ മാത്രമുണ്ടായിരുന്ന BJP 2021 എത്തുമ്പോൾ ഏതാണ്ട് 21,000-ലധികം വോട്ടുകളിലേക്ക് അത് വർദ്ധിക്കുന്നു. അതായത് 3 ഇരട്ടിയിലേക്ക് ഒരു വർധനവ് 10 വർഷത്തിനകത്ത് ഉണ്ടാവുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഏതാണ്ട് 29,000-ഓളം വോട്ട്, 28,922 വോട്ടുകളാണ് BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക്. തൊട്ട് മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 27,000-ഓളം വോട്ട് പിടിക്കുന്നു. ഏറ്റവും അവസാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 36,000-ഓളം വോട്ടുകളാണ് BJPക്ക് ചേലക്കര മണ്ഡലത്തിൽ നിന്ന് മാത്രം പിടിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീക്ഷ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലെ ഒരു നിയോജക മണ്ഡലമാണ്. ഈ സുരേഷ് ഗോപിയുടെ ഒരു വലിയ വിജയം കൃത്യമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം മണ്ഡലത്തിൽ നൽകുന്നുണ്ട്. ആ ഒരു അട്ടിമറി ചേലക്കര മണ്ഡലത്തിലും ആവർത്തിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് BJP തുടക്കം മുതൽ തന്നെ പ്രചാരണം നടത്തിയിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കെ ബാലകൃഷ്ണനാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. വളരെ ജനപ്രിയനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. മാത്രമല്ല ഏതാണ്ട് 2 പതിറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയ പ്രവർത്തന പരിചയമുണ്ട്. കഴിഞ്ഞ 10 വർഷമായി ചേലക്കര മണ്ഡലത്തിലെ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് അംഗമാണ്. അതിൽ ഒരു തവണ വൈസ് പ്രസിഡന്റ് ആയിരുന്നു, അതായത് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. പിന്നീട് ഈ ഇടതുപക്ഷവും വലതുപക്ഷവും കൂടി ചേർന്നുകൊണ്ട് അത്തരത്തിൽ ഈ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതിന്റെ ഭാഗമായാണ് അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടത്. അപ്പോൾ ഈ ഒരു വികാരം പൊതുവെ ആ മണ്ഡലത്തിലുണ്ട്. അത്തരത്തിൽ സൗമ്യനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഈ ഒരു വോട്ട് വർധനവ് ഏതാണ്ട് ഒരു 15,000-ഓളം വോട്ടുകൾ കൂടി കൂടുതൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും BJP ചേലക്കര പിടിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. അതിന് ഒരു പ്രത്യേക കാരണമായി BJP പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏതാണ്ട് 10,340-ഓളം വോട്ടുകളാണ് മണ്ഡലത്തിൽ ചേർത്തിട്ടുള്ളത്. അതിൽ 7,500-ഓളം വോട്ടുകൾ BJP ആണ് ചേർത്തിട്ടുള്ളത് എന്നാണ് BJP അവകാശപ്പെടുന്നത്. അതായത് BJPയുടെ ഉറച്ച വോട്ടുകളാണ്, യുവാക്കളുടെ വോട്ടുകളാണ്. അത് തീർച്ചയായിട്ടും BJPയുടെ പെട്ടിയിൽ വീഴുമെന്ന് തന്നെയാണ് BJPയുടെ ക്യാമ്പിന്റെ പ്രതീക്ഷ. UDFന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ രമ്യ ഹരിദാസാണ് UDFന്റെ സ്ഥാനാർത്ഥി. തുടക്കം മുതൽ തന്നെ ഈ സ്ഥാനാർത്ഥിത്വത്തിൽ കാര്യമായിട്ടുള്ള ഒരു കല്ലുകടി മണ്ഡലത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം തന്നെയാണ് കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയായിരുന്ന AICC അദ്ദേഹം ഇത്തരത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. DMKയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഒരു സാഹചര്യം വന്നു. അപ്പോൾ ഈ തരത്തിലേക്ക് ഈ കോൺഗ്രസിൽ തുടക്കം മുതൽ തന്നെ അത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പ്രത്യേകിച്ച് രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വത്തിലും ഒരു വലിയ എതിർപ്പുണ്ട്. അപ്പോൾ ഈ തലത്തിൽ ഈ കോൺഗ്രസിലെ ഇത്തരത്തിലുള്ള കല്ലുകടിയും ഇടതുപക്ഷത്തിന്റെ ഈ ഒരു തളർച്ചയും കൃത്യമായിട്ട് ഒരു വോട്ടാക്കി മാറ്റാം. ഇതെല്ലാം ഈ സ്വിംഗ് വോട്ടുകൾ കൃത്യമായിട്ട് BJPയിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അവിടുത്തെ BJP ക്യാമ്പ്. മാത്രമല്ല ഈ സംസ്ഥാന നേതാക്കൾ നേരിട്ട് ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ പ്രധാനമായും മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ചേലക്കരയിൽ ഇത്തവണ പെട്ടിപൊട്ടുമ്പോൾ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് BJP ക്യാമ്പിന്റെ പ്രതീക്ഷ. യെസ്.